ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മെഗാ സെയിലിന്റെ 5ാമത്തെ എപ്പിസോഡാണ് കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സാരീസ് എല്ലാം ഒറിജിനൽ റേറ്റ് 3000 വരുന്ന സാരീസ് ആണ്. അപ്പൊ അതിന്റെ ഡിസ്കൗണ്ട് സെയിലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അതായത് കട്ട് വർക്ക് സാരീസ് ഉണ്ട്, അല്ലാണ്ട് ട്വൈൻ കട്ട് വർക്ക്, നോർമൽ മെഷീൻ കട്ട് വർക്ക് അല്ല, ട്വൈൻ കട്ട് വർക്ക് സാരീസ് ഉണ്ട്. എല്ലാം വിത്ത് ബ്ലൗസ് പീസ് വരുന്ന കട്ട് വർക്ക് സാരീസ് ആണ്. അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഫുൾ സാരിയിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ത്രെഡ് എംബ്രോയിഡറി ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ക്രോഷിയോ ചെയ്തിരിക്കുന്ന സാരിയുടെ ഇടയിൽ ക്രോഷിയോ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ള സാരീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് സാരി ആയാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ കുറേ പേര് എനിക്ക് വാട്സപ്പ് നമ്പറിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് തരും, ഇസ് ദിസ് അവൈലബിൾ എന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിയുമ്പം പിന്നെ കുറച്ച് നേരത്തേക്ക് മേ ബി അവർക്ക് ജോലി തിരക്കുകൊണ്ടായിരിക്കാം അവർക്ക് റിപ്ലൈ ഉടനെ തരാൻ പറ്റത്തില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും വരുമ്പം അത് മേടിച്ചുകൊണ്ട് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പലർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ സാരീസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കട്ട് വർക്ക് സാരി കണ്ടു നോക്കാം. ഇതൊരു ക്രീം അല്ലെങ്കിൽ ലൈറ്റ് ബേജ് കളറാണ് സാരിയുടെ കളറ്. അതിൻ്റെ അകത്താണ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. കട്ട് വർക്കിൻ്റെ ഒരു കട്ട് വർക്ക് മാംഗോ ഡിസൈൻ ആണ് പല്ലുവിൻ്റെ ഒരു സൈഡിൽ വന്നിരിക്കുന്നത്. പല്ലു ഫുള്ളും ഡാർക്ക് ഈ കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ത്രെഡ് വെച്ചിട്ട് തന്നെ സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്വൈൻ കട്ട് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ഡിസൈൻ പല്ലുവിൻ്റെ ഒരു സൈഡിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫ്രണ്ടിലാണ് വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. അത് പിന്നെ കുത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 2 എണ്ണമാണ് ഉള്ളത്. ഒരു ഡിസൈൻ കഴിഞ്ഞ് ഇത് കട്ട് വർക്ക് ആയതുകൊണ്ട് തന്നെ അടുപ്പിച്ച് തയ്ച്ച അത്രയ്ക്ക് ഇത് ഉണ്ടാവില്ല, ഈ ഡിസൈൻ എടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഡിസൈൻ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ 2 ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത്. സെയിം കളർ ബ്ലൗസ് പീസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഈ കളർ പൈപ്പിംഗ് വേണമെങ്കിൽ വെച്ചാൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ ഡിസ്കൗണ്ടഡ് റേറ്റ് 1999 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ വരുന്നത് ചെക്കോട്ടയുടെ തന്നെ ഒരു ബ്ലാക്ക് കട്ട് വർക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് റെഡ് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റെഡ് കളർ നല്ല ഭംഗി, ബ്രൈറ്റ് റെഡാണ്, നല്ല എടുത്ത് നിൽക്കുന്ന റെഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കട്ട് വർക്ക്. നല്ല പൂക്കളും അതിൻ്റെ ഇടയ്ക്ക് കുറേ കട്ട് വർക്ക്സും അങ്ങനെയാണ് വരുന്നത്. ഇതും സ്കാലപ്പ് ചെയ്തിരിക്കുന്ന റെഡ് കളറും കൊണ്ടാണ് മുന്താണിയിൽ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാരി ഫോളും എല്ലാം വെച്ചിട്ടാണ്. അപ്പം അരികടിക്കും സാരി ഫോളും ഫിക്സിങ്ങും അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. സാധാരണ നോർമൽ എംബ്രോയിഡറി ആകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇതിന് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്, ഫോളും വെച്ചിട്ടുണ്ട്. ഇത് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈനാണ് വരുന്നത്. ആ മുന്താണിയിൽ കാണുന്ന അത്ര വലിയ ഡിസൈൻ അല്ല, അതിൻ്റെ ഒരു പകുതിയാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ കണ്ടുവരുത്ത 2 ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഇവിടെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫ്രണ്ടിൽ. അപ്പം ഷോൾഡറിൽ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത ഡിസൈൻ വരുന്നത്. ഇതൊരു ബാക്കിലോട്ട് പോണ ആ പോർഷനിലോട്ട്, എന്ന് വെച്ചാൽ വയറിൻ്റെ അവിടെ ആയിട്ടായിരിക്കും ഈ ഒരു ഡിസൈൻ വരുന്നത്. ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ, ഒന്ന് വയറിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് പോകുന്ന ആ പോർഷനിലായിരിക്കും ഈ ഡിസൈൻ വരുന്നത്. പിന്നെ നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടുവരുത്ത ഒരു കുഞ്ഞു ഡിസൈൻ ആണ് കാലിൻ്റെ അവിടെ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത് ഇതുപോലത്തെ ഡിസൈൻ ആയിരിക്കും. അപ്പോൾ ഇത് ഫോള് വെച്ചിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ ഫോള് വെച്ചിട്ടുണ്ട്. കട്ട് വർക്ക്സിന് 2നും, ആദ്യം കണ്ട സാരിയിലും ഫോള് വെച്ചിട്ടുണ്ട്, ഇതിനും ഫോള് വെച്ചിട്ടുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസിൽ പ്ലെയിൻ ബ്ലൗസ് പീസാണ്. ചെക്കോട്ടയുടെ തന്നെ വിത്ത് ബ്ലൗസ് പീസാണ് ഉള്ളത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1999 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി നമുക്ക് കട്ട് വർക്ക് സാരി ഇത് 2ആണ്. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി, ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സാരി കണ്ടു നോക്കാം. ഇത് നല്ല പയറിൻ്റെ, നമ്മുടെ ചെറുപയറിൻ്റെ കളറുള്ള സാരിയാണ്. ആ സാരിയിൽ നമ്മൾ ലൈറ്റ് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഫ്ലൈ സ്റ്റിച്ചും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫ്ലവേഴ്സ് തയ്ക്കാനും ഫ്ലൈ സ്റ്റിച്ച്
ലീവ്സ് തയ്ക്കാനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഡബിൾ ഷീറ്റഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് ഹാഫ് സെമി സർക്കിൾ ബീഡാണ് നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പിന്നെയുള്ള പോർഷൻസിലെല്ലാം മുന്താണിയിൽ ഈ പോർഷനിൽ മാത്രമാണ് 3 ഫ്ലവർ, ഇപ്പുറത്തെ പോർഷനിൽ 2 ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് സിംഗിൾ ഫ്ലവറും. പിന്നെ ഉള്ളിടത്തൊക്കെ ഈ 2 ഫ്ലവേഴ്സേ ഉള്ളൂ, 3 ഫ്ലവേഴ്സ് ഇല്ല. 2 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ബോട്ടം പ്ലീറ്റ്സിലും എല്ലാം ഫുൾ സാരിയിലും ഇതുപോലെ പോവുകയാണ്. നല്ല വലിയ ഫ്ലവേഴ്സാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കളർ കോമ്പിനേഷൻ ലൈറ്റ് ബേബി പിങ്കും കുറച്ചൊരു വൈറ്റും ഒരു തുള്ളി ഡാർക്ക് പിങ്കും കൂടെ ആയിട്ട് വന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇത് ഫുൾ സാരിയിൽ ഇതൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം. നല്ല ആക്സസറീസ് ഇടുവാണെങ്കിൽ ഫുൾ സാരിയിൽ ഇതുവരെ വർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിലോട്ടൊക്കെ പോകുമ്പോൾ ഇതുവരെ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ഈ വർക്ക് വരുന്നുണ്ട്. ചെസ്റ്റ് പോർഷനിൽ ഇതുവരെ 2 ഫ്ലവേഴ്സാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഞെറിഞ്ഞുകൊടുക്കുമ്പോൾ ബാക്കിയുള്ളയിടം ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ ഫ്ലവേഴ്സ് 2 ഫ്ലവേഴ്സ് വെച്ചിട്ടാണുള്ള പാറ്റേൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ പോവാണ് കാലിൻ്റെ അവിടെ. അപ്പോൾ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. എന്ന് വെച്ചാൽ ഈ സെയിം കളർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതും വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടണമെങ്കിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ത്രെഡ് പ്രിൻറ്റഡ് ആയിട്ട് ബ്ലൗസ് പീസ് കിട്ടുവാണെങ്കിൽ അതിട്ടാലും നല്ലതാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2299 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇനി വന്നിട്ട് ഒരു ചെക്കോട്ടയുടെ തന്നെ പിങ്ക് ഷെയ്ഡ്, അതിൻ്റെ അകത്ത് ടെർക്കോയ്സ് ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് നല്ല എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു വരുന്നത്, മുന്താണി വരുന്നത്. 2 സൈഡിലും നല്ല നീളത്തിൽ ഉള്ളൊരു ഡിസൈനാണ്. നിറച്ചും റോസിറ്റി സ്റ്റിച്ച്, അതിൻ്റെ വൂവൻ സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് തയ്ച്ചേക്കുന്നത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇടയിൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഈ 2 മുന്താണിയിൽ 2 അറ്റവും ഇത്ര വലിയ ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനത്തെ വലിയ ഡിസൈൻ അല്ല, വേറെ എൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത്ര ഉള്ള ഒരു പോർഷനാണ് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് റണ്ണിങ് പോർഷനിൽ കാണുന്ന ഒരു ഡിസൈനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ അടുപ്പിച്ച് തയ്ച്ചിരിക്കുവാണ് 4 എണ്ണം. ഇതുവരെ 4 എണ്ണം അടുപ്പിച്ച് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയും ഈ സെയിം ഡിസൈൻ ഇവിടെ ഒരെണ്ണം തയ്ച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് പിന്നത്തെ വർക്ക് വരുന്നത്. അത് നീളത്തിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ നീണ്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒത്തിരി ഹെവി ആയിട്ട് ചെയ്തിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2149 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല, സാരി മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വന്നിട്ട് ഒരു സിന്തറ്റിക് കോട്ട മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്രോഷ്യ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ തന്നെ. ഇത് ഫുൾ മുന്താണിയുടെ അറ്റം നമ്മൾ ചെയ്തിരിക്കുന്ന ക്രോഷ്യ വെച്ചിട്ടാണ്. ക്രോഷ്യയുടെ പിങ്കും ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് മുന്താണിയുടെ അറ്റം ക്രോഷ്യ വെച്ച് ചെയ്തിരിക്കണം. പിന്നെ ഷാഡോ വർക്കാണ്. ഫ്ലവേഴ്സ് ഇങ്ങനെ കൊലയായിട്ട് താഴത്തോട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഷാഡോ വർക്ക് ബേബി പിങ്ക് കളറും ലൈറ്റ് ഗ്രീൻ കളറും യൂസ് ചെയ്തിട്ടാണ് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ക്രോഷ്യ വെച്ച് അറ്റാച്ച് ചെയ്തേക്കുവാണ് സാരി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഷാഡോ വർക്കിൻ്റെ കുറച്ച് പോർഷൻസും കാണാം, ഈ ക്രോഷ്യ വർക്കും കാണാം. നല്ല രസമാണ് ക്രോഷ്യ. ഈ ബേബി യെല്ലോ കളറിൻ്റെ അകത്ത് ഈ ലൈറ്റ് പിങ്ക് കളർ ക്രോഷ്യയും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. അതെടുത്ത് നമ്മളിങ്ങനെ വിടർത്തി വെക്കുമ്പം കാണാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ ഇതാണ് മുന്താണി. ഇങ്ങനെയാണ് ഈ സാരിയുടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഹെവി ആയിട്ടാണ് മുന്താണി വന്നിരിക്കുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത് ഇതുപോലെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 എണ്ണം ഫ്രണ്ടിൽ വരും, പിന്നെ ബാക്കിലോട്ട് പോണ പൊസിഷനിലും ഒരെണ്ണമുണ്ട്.
അപ്പം ഫ്രണ്ടിൽ 3 എന്ന് പറയാം. ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കാലിൻ്റെ അവിടെയും തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈൻ. ഇതാണ്. അപ്പം ഇങ്ങനെയാണ് നല്ല ഷാഡോ വർക്ക് ചെയ്ത സാരിയാണ്. നല്ല ഭയങ്കര ഫ്ലോയി ആയിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല, ഒഴുകി കിടക്കുന്ന നല്ല സ്മൂത്താണ്. ഉടുക്കാൻ എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ക്രോഷ്യയും കൂടെ ഉൾപ്പെടുത്തി ഒരു സാരി, ഇങ്ങനത്തെ ഒരു സാരി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ റേറ്റ് 2299 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ പിങ്ക് ഇടാം, അല്ലെങ്കിൽ യെല്ലോ ആയാലും കുഴപ്പമില്ല. കോട്ടൺ സിൽക്കിൻ്റെ യെല്ലോ, ബേബി യെല്ലോ കിട്ടുവാണെങ്കിൽ അതായാലും ഇടാം. അതുപോലെ തന്നെ പിങ്ക് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതും നല്ല അഴിച്ചിട്ടാലാണ് കുറച്ചും കൂടെ നല്ലത്. ആ മുന്താണി ഫുള്ളും കാണുന്ന രീതിയിൽ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.